പണ്ട് വിന്ധ്യാപർവ്വതത്തിന് ഒരു മോഹമുണ്ടായി. തനിക്കും ഹിമാലയ പർവ്വതത്തെക്കാൾ വളരണമെന്ന്. അങ്ങനെ വളർന്നു വളർന്ന് സൂര്യപ്രകാശം മറയ്ക്കും വിധം വളർന്നു. ദക്ഷിണ ദിക്കുകളാകെ ഇരുട്ടിലായി. അതോടെ ദേവകൾ പ്രശ്നപരിഹാരത്തിനായി അഗസ്ത്യ മഹർഷിയെ ശരണം പ്രാപിച്ചു. അഗസ്ത്യമുനി ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ആരംഭിച്ചു. മഹാമുനിക്ക് കടന്നുപോകുവാനായി വിന്ധ്യൻ തലകുനിച്ച് ഉടൽ ചുരുക്കി വഴിയൊരുക്കി. തനിക്ക് കടന്നുപോകുവാനായി വഴിയൊരുക്കിയ വിന്ധ്യനോട് തിരികെ പോകുന്നതുവരെ തലകുനിച്ച് വഴിയൊരുക്കി നിൽക്കുവാൻ അഗസ്ത്യർ ആവശ്യപ്പെട്ടു. പർവ്വതം അതനുസരിച്ചു. പക്ഷേ അഗസ്ത്യർ പിന്നീട് ഒരിക്കലും ഉത്തരദിക്കിലേക്ക് മടങ്ങിയില്ല. വിന്ധ്യന്റെ അഹങ്കാരം ഒടുക്കിയ അഗസ്ത്യർ പിന്നീട് ദക്ഷിണപഥത്തിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യയുടെ സംരക്ഷകനായ അഗസ്ത്യമുനി തപസ് അനുഷ്ഠിച്ച പ്രദേശമാണ് ഇന്ന് കാണുന്ന കാളിമലയെന്ന് പുകൾ കേട്ട വരമ്പതി. അഗസ്ത്യമുനിയുടെ തപസ് ചെയ്ത സ്ഥലത്ത് 5 തല ഒരു നാഗരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്താണ് അഗസ്ത്യമുനി തപസ് ചെയ്തത്. അവിടെയാണ് നൂറ്റാണ്ടുകളായി ഇവിടെ ആദിവാസികൾ പൂജ നടത്തിയിരുന്നത്. 10 കാണി എന്ന പേര് കിട്ടാൻ കാരണം 10 മൂട്ടുകാണി കുടുംബം ഇവിടെ താമസിച്ചിരുന്നു. അതാണ് 10 കാണി എന്ന പേര് കിട്ടാൻ കാരണം. ഈ കാളിമലയുടെ വരമ്പതി മല, കൂനിച്ചി കൊണ്ടകട്ടി വരമ്പതി മല 600 ഏക്കർ ഭൂമി, അതായത് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുൻപ് മാർത്താണ്ഡ മഹാരാജാവിന്റെ ഭരണകാലത്ത് 8 വീട്ടിൽ പിള്ളമാര് അദ്ദേഹത്തെ നാടുകടത്തിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഈ 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തെ ഭയന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ കാളിമലയിലുള്ള ഒരു അപ്പിൽ അഭയം പ്രാപിക്കുകയും അദ്ദേഹത്തെ ഒരു ബാലൻ 8 വീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ആ ബാലൻ ധർമ്മശാസ്താവായി വന്ന ആദിവാസി ബാലനെന്ന് മാർത്താണ്ഡ മഹാരാജാവിന് ദർശനം നൽകിയപ്പോഴാണ് അദ്ദേഹം ഭരണത്തിൽ തിരിച്ചു വന്ന സമയത്ത് ഈ കാളിമല വരമ്പതിയുടെ പ്രദേശം വരുന്ന 600 ഏക്കർ സ്ഥലം കരമൊഴിവാക്കി ചെമ്പുപട്ടയം നൽകി ആദിവാസികൾക്ക് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നൽകിയ സ്ഥലമാണ് കാളിമല, വരമ്പതി മല. ഇന്ന് ഏതാണ്ട് ഒരു 80 വർഷമായിട്ട് ഇവിടെ പൊങ്കാല ചിത്രാപൗർണമി നാളില് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്ന കാളിമലയില് 10,000കണക്കിന് ആളുകൾ ഇന്ന് പൊങ്കാല അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെയും അല്ലെങ്കിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒരു ഹെഡായിട്ട്, അതിന്റെ എല്ലാം മൂലസ്ഥാനമായിട്ട് ഈ വരമ്പതി മല കാളിമലയെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് കാളിമല ട്രസ്റ്റ് കമ്മിറ്റി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക്, നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് അസുഖം ഭേദമായ ചരിത്രമുണ്ട്. അവരുടെ വലിയ വീട്ടിലുള്ള ദുരന്തങ്ങൾ മാറിയ ചരിത്രമുണ്ട്. ധാരാളം ആളുകള്, നൂറുകണക്കിന് ആളുകൾക്ക് അനുഭവങ്ങൾ പറയുവാനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സഹ്യപർവ്വത നിരകളിലാണ് കാളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യർ മുനി കാളിമലയിൽ തപസ് അനുഷ്ഠിക്കുകയും മുനിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ശ്രീ ധർമ്മശാസ്താവ് അഗസ്ത്യർ മുനിക്ക് ദർശനമേകി. മുനിയുടെ തപശക്തിയിൽ മലമുകളിൽ രൂപം കൊണ്ട നീരുറവയിൽ നിന്നും ഔഷധ ഗുണമുള്ള ജലം പ്രവഹിച്ചു തുടങ്ങി. കൊടും വേനലിൽ പോലും വറ്റാത്ത ഉറവയായി കാളിതീർത്ഥം ഇന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. രോഗശാന്തിക്കായി ഗംഗാജലം പോലെ കാളിതീർത്ഥവും ഭക്തജനങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി പവിത്രമായി സൂക്ഷിക്കുന്നു. ചിത്രാ പൌർണമി നാളിൽ ആയിരക്കണക്കിന് അമ്മമാർ പൊങ്കാല അർപ്പിക്കുന്നത് കാളിതീർത്ഥത്തിലെ പുണ്യജലമാണ്. രാവിലെ കതിരാവുകയും ഉച്ചയ്ക്ക് പഴുത്ത് പാകമാവുകയും വൈകുന്നേരം കൊഴിയുകയും ചെയ്യുന്ന അന്നൂരി എന്ന ഒരു പ്രത്യേകതരം അത്ഭുത നെല്ല് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ജലാശയം മാറി ഭൂമിയുമുണ്ടായി വീണ്ടും കലിയുഗം ആരംഭിച്ചപ്പോൾ ഈ മലയ്ക്ക് വരമ്പതി ക്ഷേത്രമെന്ന് പേരുണ്ടാക്കി.
ഇതൊരു ക്ഷേത്രമാണ്, കാണുന്നതെല്ലാം ക്ഷേത്രമാണ്. പക്ഷെ ആളുകൾ കാണുന്നത് മലയായിട്ട് കാണുന്നു. അത് യഥാർത്ഥത്തിൽ ഇതൊരു ക്ഷേത്രമാണെന്നുള്ള ചരിത്രമുണ്ട്, അതിനുള്ള ഗുണമുണ്ട്. ഇത് ആരും പൂജിക്കാൻ പാടില്ലാതെ അങ്ങനെ ഇരുന്നപ്പോൾ രാജാക്കന്മാർക്ക് രാജ്യം ഭരണകൂടം നടത്തണമെങ്കിൽ ഇവിടെ വന്ന് ഭാരതാംബയോടൊക്കെ വന്ന് മുട്ടുമടക്കി അനുവാദം വാങ്ങിച്ചാൽ മാത്രമേ ഭാരതത്തിൽ ഭരിക്കാൻ, രാജ്യത്തിൽ രാജാക്കന്മാർ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ കൽപ്പനയായിരുന്നു. അങ്ങനെ മാനൂല് മഹാരാജാവ് മുതൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വരെ ഇവിടെ വന്ന് മുട്ടുമടക്കി രാജ്യം ഭരിക്കാൻ അനുവാദം വാങ്ങിച്ചാണ് രാജ്യം ഭരിച്ചത്. അപ്പോൾ ഇവിടെ ക്ഷേത്രം വയ്ക്കാൻ പൂജ നടത്താമെന്നൊക്കെ പറഞ്ഞപ്പോൾ അനുവാദമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ആരാണ് പൂജ ചെയ്യുന്നേട്ടപ്പോൾ പറഞ്ഞു അവിടെ ദേവേന്ദ്ര മണിമകളുടെ പൂജ 3 നേരവും 4 നേരം നടന്നിരിക്കുന്നു. ആ പൂജ ഇന്നും നടത്താൻ വേണ്ടി അവിടെ തീരുമാനിച്ചു. അഗസ്ത്യർ മുനി തപസ് അനുഷ്ഠിച്ച സ്ഥലത്ത് ഒരു 5 തല നാഗം കല്ലായി കിടക്കുന്നത് കാണാം. ജഗത് ജനനിയുടെ അനശ്വര ശക്തി തൊട്ടറിഞ്ഞ ആർഷഭാരത മുനിവര്യന്മാരുടെ പ്രാർത്ഥനാ സത്യങ്ങളിൽ ഒന്നായ വരദാനിയുമായ നാഗയക്ഷിയും കാളിമലയിൽ വാണരുളുന്നു. സന്താന സൌഭാഗ്യത്തിനു വേണ്ടി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നാഗയക്ഷിക്ക് പൂജ അർപ്പിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ദക്ഷിണ മൂകാംബിക എന്ന് പ്രസിദ്ധമായ കാളിമല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിലാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ നെയ്യാറ്റിൻകര വിളവംകോട് താലൂക്കുകളോട് ചേർന്ന് വെള്ളറട കടയാൽ പഞ്ചായത്ത് അതിർത്തിയിലാണ് വരംപതി എന്ന കാളിമല തീർത്ഥാടനം. 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വരംപതിയിലെ ശൂലംകുത്തിയപ്പിൽ ഒളിത്താമസിച്ചതും ആദിവാസികൾ യുവരാജാവിന് സംരക്ഷണമേകിയതും കാളിമലയിലെ ചരിത്ര പ്രസിദ്ധിക്ക് മാറ്റുകൂട്ടുന്നു. കൂനിച്ചുമലയിലെ ശൂലംകുത്തിയപ്പിൽ വനവാസികളുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന മഹാരാജാവിനെ വനവാസി ബാലന്റെ രൂപത്തിലെത്തിയ ശ്രീ ധർമ്മശാസ്താവ് 8 വീട്ടിൽ പിള്ളമാരുടെ സംഘത്തെ പലായനം ചെയ്യിച്ച് രാജാവിനെ രക്ഷപ്പെടുത്തി. സംപ്രീതനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വരംപതിയിൽ 600 ഏക്കർ ഭൂമി കരമൊഴിവാക്കി ചെമ്പുപട്ടയം ചാർത്തി ക്ഷേത്രത്തിന് നൽകുകയുണ്ടായി. വരംപതി ശ്രീധർമ്മശാസ്ത്ര ദർശനം ശബരിമല മാതൃകയിലാണ്. വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടേന്തി എത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ ആത്മചൈതന്യം ആവാഹിച്ച നെയ്യ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് നാളികേരം ആഴിയിൽ അർപ്പിച്ച് മോക്ഷപ്രാപ്തി നേടുന്നു. അഗസ്ത്യമലയും നെയ്യാർ ഡാമും അതിടുന്ന ചെമ്പകപ്പാറയിലെ പത്തുകാണിയിലെ വരംപതിയിലെ കാളിമല ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയാണ്. ചിത്ര പൌർണമി ദിനത്തിലാണ് പ്രസിദ്ധമായ കാളിമല പൊങ്കാല. കരുണാമയിയായ ദേവിയുടെ അനുഗ്രഹം തേടി 10,000-കണക്കിന് സ്ത്രീകളാണ് ഈ ദിനത്തിൽ മല ചവിട്ടുന്നത്. ഞങ്ങളുടെ 7-8 വർഷം കൊണ്ട് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വെള്ളറടയിലെ പത്തുകാണിയിലാണ് അഗസ്ത്യമുനിയുടെ പാദസ്പർശത്താൽ ധന്യമായ കാളിമല. നെയ്യാർ ഡാം, ചിറ്റാർ ഡാം, പേച്ചിക്കര ഡാം, അഗസ്ത്യർകൂട പർവ്വതം എന്നിവയാൽ വലയം ചെയ്യപ്പെട്ട പ്രകൃതി മനോഹരമായ പുണ്യഭൂമിയിലാണ് കാളിമല. നിറഞ്ഞു തൂകിയ പൊങ്കാല കലങ്ങളും നിറഞ്ഞ മനസ്സുമായി ഒരു പൊങ്കാല മഹോത്സവം കൂടി സമാപിക്കുന്നു. അടുത്ത വർഷം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ധന്യമായ മനസ്സുമായി ഒരു മലയിറക്കം.